രാത്രി 7 മണിയോടെയാണ് ഒരു ദൂരയാത്ര കഴിഞ്ഞ് നഞ്ചപ്പയും ഭാര്യ ഭുവനയും വീട്ടിലെത്തിയത്. അന്ന് ഭക്ഷണം ഒന്നും പാകം ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ലഗേജ് താഴെ വെച്ച് നഞ്ചപ്പ ഭക്ഷണം വാങ്ങിക്കാൻ പുറത്തേക്ക് പോയി. പക്ഷെ റെസ്റ്റോറൻറ്റുകളൊക്കെ പതിവിലും വേഗം അടച്ചിരിക്കുന്നു. രാത്രി 8 മണി കഴിയുന്നതോടെ കടകൾ തുറക്കില്ല. ആളുകൾ വീടുകളിൽ കയറി വാതിലടയ്ക്കും. പിന്നെ ആര് വാതിൽ മുട്ടിയാലും തുറക്കില്ല. അന്ന് പാകം ചെയ്യാനുള്ള സാധനങ്ങളൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ടാണ് 7 മണി ആയപ്പോൾ നഞ്ചപ്പ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ അന്ന് പതിവിലും നേരത്തെ കടകൾ അടച്ചിരിക്കുന്നു. കുറച്ചു നേരം നടന്നപ്പോഴാണ് നഞ്ചപ്പ ആ കാര്യം ഓർത്തത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആ നിമിഷം അയാളുടെ വയറ്റിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഉടനെ അയാൾ വീട്ടിലേക്ക് ഓടി. അവിടെ ഭുവന തനിച്ചാണ്. സമയം 7:45 അടുത്തിരിക്കുന്നു. ഈ സമയം ഭുവന തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് അവൾക്കറിയാം. അവൾ പേടിയോടെ ഇടയ്ക്കിടെ ക്ലോക്കിലേക്ക് നോക്കി. 8 മണിയോട് അടുത്തിട്ടും നഞ്ചപ്പയെ കാണാനില്ല. അവൾ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. നഞ്ചപ്പയാകട്ടെ ഓടി വീടിനടുത്തെത്തിയിരുന്നു. പെട്ടെന്ന് വാതിൽ മുട്ട് കേട്ട് ഭുവന വാതിലിനടുത്തേക്ക് നടന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു പേടി നിഴലിച്ചിരുന്നു. ഇനി അത് നഞ്ചപ്പയല്ലെങ്കിലോ? ഭുവന! പുറത്തുനിന്ന് നഞ്ചപ്പയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അവൾ ആശ്വാസത്തോടെ വാതിൽ തുറന്നു. എന്നാൽ അവൾ കണ്ട കാഴ്ച, തന്റെ ഭർത്താവ് നഞ്ചപ്പയുടെ മുഖം വിളറി വെളുത്തതുപോലെ ഇരിക്കുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് ശൂന്യത. അവൾ ഉറക്കെ അലറി. പക്ഷെ ഇടയ്ക്കെപ്പോഴോ തന്റെ കണ്ടനാളത്തിൽ നിന്ന് ശബ്ദം വരുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇതേ സമയം യഥാർത്ഥ നഞ്ചപ്പ വീടിന്റെ മുന്നിലെ റോഡിലൂടെ വഴി മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അയാൾക്ക് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ സമനില തിരിച്ചു കിട്ടി. വീട്ടിലേക്ക് ഓടി. വാതിൽ തുറന്നു കിടക്കുന്നു. ഭുവന ചാരികസേരയിൽ ഇരുന്ന് TV കാണുകയാണ്. അയാൾ പേടിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ തിരിഞ്ഞു നോക്കി, പൊട്ടിച്ചിരിച്ചു. ഭുവനയുടെ മുഖം ഒരു വൃദ്ധയുടേതുപോലെയായിരുന്നു. അവളുടെ കണ്ണുകളുടെ സ്ഥാനത്ത് 2 ഇരുണ്ട കുഴികളായിരുന്നു. അയാളുടെ അലർച്ച പുറത്തേക്ക് വരുന്നതിനു മുമ്പ് ആ നാടിനെ ഭയപ്പെടുത്തിയ പ്രേതം അയാളെ കൊന്നു ഭക്ഷിച്ചിരുന്നു. 1990കളിൽ കർണാടകയെ ഭയപ്പെടുത്തിയ നാളെ ബാ പ്രേതം. കന്നഡയിൽ നാളെ ബാ എന്നാൽ നാളെ വാ എന്ന് തന്നെയാണ്. ഒരു മന്ത്രവാദിനിയായ സ്ത്രീയുടെ ആത്മാവ് രാത്രികാലങ്ങളിൽ തെരുവിലൂടെ നടന്ന് വാതിലുകളിൽ മുട്ടും. പരിചയമുള്ളവരുടെ ശബ്ദത്തിൽ നിങ്ങളെ വിളിക്കും. അവൾ ചില സമയത്ത് അത്താഴം കഴിക്കാൻ വിളിക്കുന്ന അമ്മയായിരിക്കും. സഹായം ചോദിച്ചെത്തുന്ന സുഹൃത്തായിരിക്കും. താക്കോൽ മറന്നെന്ന് പറയുന്ന സഹോദരിയായിരിക്കും. നിങ്ങൾ വാതിൽ തുറന്ന് അവളെ അകത്തേക്ക് കടത്തിയാൽ ആ പ്രേതം നിങ്ങളെ അവിടെ വെച്ച് തന്നെ കൊല്ലും. ഇതിന്റെ ചില പതിപ്പുകളിൽ അവൾ നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരയുന്ന അമ്മയുടെ പ്രേതമാണ്. യുവാക്കളെ അവൾ സ്വന്തം മക്കളായിട്ട് കരുതി കൂട്ടിക്കൊണ്ടുപോകും. 1990കളിൽ ഈ കഥ ബാംഗ്ലൂരിലും കർണാടകയുടെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ പരന്നിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം പല തെരുവുകളും ശൂന്യമാകും. പുറത്ത് ആര് തന്നെ വിളിച്ചാലും വാതിലുകൾ തുറക്കപ്പെടില്ല. രസകരമായ കാര്യം, ആരോ ഒരു അത്ഭുതകരമായ പരിഹാരം കണ്ടെത്തി. വാതിലുകളിലും ചുമരുകളിലും നാളെ ബാ എന്ന് എഴുതാൻ തുടങ്ങി. ഈ മന്ത്രവാദിനിയുടെ പ്രേതം വാതിൽക്കൽ എത്തുമ്പോൾ സന്ദേശം വായിച്ചിട്ട് നാളെ വരാം എന്ന് കരുതി പോകും. പിന്നെ അടുത്ത രാത്രിയും ഇത് തന്നെ നടക്കും. ഈ കഥയുടെ ഉത്ഭവം എവിടുന്നാണെന്ന് അറിയില്ല. ചിലപ്പോൾ 1990കളിലൊക്കെ ബാംഗ്ലൂർ ഇന്ത്യയുടെ ഒരു ടെക് കേന്ദ്രമായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവിടേക്ക് വൻ കുടിയേറ്റം നടന്നു. യുവാക്കൾ ആദ്യമായി കുടുംബത്തിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ അപരിചിതമായ സ്ഥലവും ഒറ്റപ്പെടലും ദുർബലതയും ഇത്തരം കഥകൾക്ക് അനുയോജ്യമായ മണ്ണൊരുക്കി കാണണം. കർണാടകയ്ക്ക് രൂപം മാറുന്ന ഡാഗിനി, ഷാഗിനി എന്ന് വിളിക്കുന്ന മന്ത്രവാദികളെ കുറിച്ച് ഒരുപാട് നാടോടി കഥകളുണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് വന്നതുമാവാം. 2018 ബോളിവുഡ് ഹൊറർ കോമഡി ചിത്രം സ്ത്രീ ഭാഗികമായി ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. സിനിമയിലെ പ്രേതം പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഗ്രാമവാസികൾ ചുവരിൽ "ഓ സ്ത്രീ കൽ ആന" എന്ന് എഴുതുന്നു. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. രാത്രി വൈകി പരിചിതമായ ശബ്ദങ്ങൾ നിങ്ങളെ വിളിക്കുന്നതായി തോന്നിയാൽ വാതിൽ തുറക്കണ്ട. ചിലപ്പോൾ നാളെ വാ എന്ന് വാതിലിൽ ചെറുതായി ഒന്ന് പോറിയിടുന്നത് മോശാശയമല്ല.